സൺഡേ ശാലോമിലേക്ക് സ്വാഗതം. ഞാൻ ജോസ് ജോൺ മല്ലികശ്ശേരി. മിഡിൽ ഈസ്റ്റിലെ വിഷയങ്ങൾ ഉഷാറായിട്ട് തന്നെ മുൻപോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. സിറിയയിൽ പുതിയ ഇൻ്ററിം ഗവൺമെൻറ്, സാൽവേഷൻ ഗവൺമെൻറ് എന്നാണ് അവരതിന് പേരിട്ടിരിക്കുന്നത്, ചാർജ് എടുത്തിരിക്കുന്നത്. മാർച്ച് 1 വരെയാണ് ഈ ഇൻ്ററിം ഗവൺമെൻറ്റിൻ്റെ കാലാവധിയായിട്ട് പറഞ്ഞിട്ടുള്ളത്. ഗവൺമെൻറ്റിൻ്റെ ഹെഡായിട്ട് വന്നിട്ടുള്ളത്, പ്രധാനമന്ത്രിയായിട്ട് വന്നിട്ടുള്ളത് മുഹമ്മദ് അൽ ബാഷീർ ആണ്. സിറിയയിലുണ്ടായിരുന്നത് അസാദ്, അദ്ദേഹം പ്രസിഡൻ്റായിരുന്നു. പ്രസിഡൻറ്റിൻ്റെ കീഴിൽ ഒരു പ്രൈം മിനിസ്റ്റർ ഉണ്ടായിരുന്നു. ആ പ്രൈം മിനിസ്റ്റർ ഇദ്ദേഹത്തിന് അധികാരം കൈമാറി കൊടുക്കുകയാണ് ചെയ്തത്. ആ പ്രൈം മിനിസ്റ്റർ ഈ റിബൽ ഫോഴ്സുകളെ വെൽക്കം ചെയ്യുകയും സ്മൂത്തായിട്ട് അധികാര കൈമാറ്റം നടത്താമെന്ന് പറയുകയും ചെയ്തതിൻ്റെ അടിസ്ഥാനത്തിൽ ആ പ്രൈം മിനിസ്റ്ററിൽ നിന്ന് ഇപ്പോൾ മുഹമ്മദ് അൽ ബാഷീറിലേക്ക് ഈ അധികാര കൈമാറ്റം നടന്നിരിക്കുകയാണ്. അപ്പോഴും ഇതിൻ്റെ പ്രസിഡന്റ് എന്ന് പറയുന്ന സ്ഥാനത്തേക്ക് ആളുകളില്ല. പക്ഷേ ജുലാനി അവിടെ ഉണ്ട്. ജുലാനിയാണ് HTSനെ നയിച്ചുകൊണ്ട് ഈ സിറിയ പിടിച്ചടക്കിയിരിക്കുന്നത്. അപ്പോൾ ജുലാനി അതിൻ്റെ പ്രസിഡന്റ് എന്നുള്ള പേരാണോ സ്വീകരിക്കുക, അത് റിലീജിയസ് ഹെഡ് എന്നുള്ള പേരാണോ സ്വീകരിക്കുക എന്നുള്ളത് ഉറപ്പായിട്ടില്ല. എന്തായാലും ജുലാനിയാണ് ഈ സിറിയയുടെ മുഖം എന്ന് പറയുന്നത്. ഇറാനെ സംബന്ധിച്ച് ഖമേനെയി ആരാണോ ആ പൊസിഷനിൽ സിറിയയിൽ ജുലാനി ഉണ്ടാവും. ജുലാനിയാണ് അവിടുത്തെ അൾട്ടിമേറ്റ് വേർഡ് എന്ന് പറയുന്നത് ജുലാനിയാണ്. ജുലാനിയുടെ കീഴിൽ വരുന്ന ഒരു മുഹമ്മദ് അൽ ബാഷീറിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ഇൻ്ററിം ഗവൺമെൻറ്റാണ് വന്നിട്ടുള്ളത്. ഈ മുഹമ്മദ് അൽ ബാഷീർ ഈസ് എൻ എഞ്ചിനീയർ. അദ്ദേഹം സിറിയക്കാരനാണ്. സിറിയയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ എഡ്യൂക്കേഷനൊക്കെ. അദ്ദേഹം എഞ്ചിനീയറാണ്. പക്ഷേ അദ്ദേഹം അത്ര പോപ്പുലർ ആയിട്ടുള്ള ആളാണ്. ആളുകൾക്ക് അദ്ദേഹത്തെ അറിയത്തില്ല. ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ സൂചിപ്പിച്ചിരുന്നു, ഇഡ്ലിബ് എന്ന് പറയുന്ന ഒരു ഏരിയ 2011 മുതൽ ഉണ്ടായിരുന്ന സിവിൽ വാറിൻ്റെ ഭാഗമായിട്ട് 2014 ഇഡ്ലിബ് എന്ന് പറയുന്ന ഏരിയ ഇവർ പിടിച്ചു വച്ചിരുന്നു. ഈ റിബൽ ഫോഴ്സുകളുടെ കയ്യിലുണ്ടായിരുന്നു. ആ റിബൽ ഫോഴ്സുകളുടെ കയ്യിൽ അവിടെയും ജുലാനി തന്നെയാണ് ആ പ്രദേശത്തെ ഗവൺമെൻറ് ഫേസ്. പക്ഷേ ആ ഗവൺമെൻറ്റിനെ നയിച്ചിരുന്നത് പ്രധാനമന്ത്രി പോലത്തെ ഒരു പോസ്റ്റിൽ നയിച്ചിരുന്നത് മുഹമ്മദ് അൽ ബാഷീറാണ്. ബട്ട് ഹീ ഈസ് ലീസ്റ്റ് നോ. ജുലാനിയാണ് അറിയപ്പെടുന്ന ആൾ. അപ്പോൾ ഇദ്ദേഹം ഇവിടെ വരുന്നു. ഈ ഡമാസ്കസ് നോർമാലിറ്റിയിലേക്ക് പോവുകയാണ്. അവിടെ കടകളൊക്കെ തുറന്നിരിക്കുന്നു, ബാങ്കുകൾ തുറന്നിരിക്കുന്നു, വാഹനങ്ങളൊക്കെ ഓടുന്നുണ്ട്. ഈ ജുലാനിയുടെ ബാക്കിൽ നമ്മൾ കാണുന്നത് സുന്നിയുടെ ഫ്ലാഗാണ്. സുന്നികൾക്ക് ഒരു ബ്ലാക്ക് ഫ്ലാഗ് ഉണ്ട്. ആ ബ്ലാക്ക് ഫ്ലാഗിൽ എന്തോ ഒരു അറബിയിലൊരു സാധനം, ദാറ്റ് ഈസ് ഗോഡ് ഈസ് ഗ്രേറ്റ് എന്നോ അങ്ങനെ എന്തോ ആണ് അതിൻ്റെ മീനിങ്. അങ്ങനെ മാർക്ക് ചെയ്തൊരു ഫ്ലാഗാണ് ഇദ്ദേഹത്തിൻ്റെ പിന്നിൽ പറക്കുന്നതായിട്ട് കാണപ്പെടുന്നത്. സിറിയയുടെ ഫ്ലാഗ് ഇദ്ദേഹത്തിൻ്റെ പുറകിൽ കണ്ടില്ല. ദെൻ ഈ കംപ്ലീറ്റ് ആ സൊസൈറ്റി ഡിസ്റപ്റ്റഡ് ആയിപ്പോയി. അതായത് മിലിറ്ററി പോയി, പോലീസ് പോയി, എവറിത്തിങ് ഹാസ് ഗോൺ. അപ്പോൾ ഇവരിപ്പോൾ പോലീസിനെ റീഇൻസ്റ്റേറ്റ് ചെയ്തിട്ടുണ്ട്. ഒഫീഷ്യൽ പോലീസിനോട് ലോ ആൻഡ് ഓർഡർ ടേക്കപ്പ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഒഫീഷ്യൽ പോലീസിന് കൈകാര്യം ചെയ്യാൻ പറ്റാത്ത കാര്യം HTSൻ്റെ അവരുടെ വോളണ്ടിയർമാരെയും ഏൽപ്പിച്ചുകൊണ്ടാണ് ഇവർ ഭരണം തുടങ്ങിയിട്ടുള്ളത്. പക്ഷേ ഇവിടെ ഇറ്റ് ഈസ് നോട്ട് എൻ ഈസി തിങ്. കാരണം ഇത് HTS എന്നൊന്നും പറയുന്നത് ഒരു സിംഗിൾ ഫോഴ്സ് അല്ല, ഒരുപാട് ഇൻട്രസ്റ്റുകളുണ്ട് ഇതിനകത്ത്. അപ്പോൾ ഇവർ പറയുന്നത്, ഈ ജുലാനി പറയുന്നത് ഇത് ഒരു സെക്യുലർ ആയിട്ടുള്ള അറേഞ്ച്മെൻ്റ് ആയിരിക്കും. ഇതിനകത്ത് യാതൊരു മതപരമായ താല്പര്യങ്ങളും ഉണ്ടാവുകയില്ല. രാജ്യം ഒരു മോഡേൺ ഡെമോക്രസി ആയിട്ടാണ് മാറുക. ഈ മാർച്ച് 1 ശേഷം ഇലക്റ്റഡ് ഗവൺമെൻറ് വരും. ആൻഡ് ഇറ്റ് വിൽ ബി എ മോഡേൺ ഡെമോക്രസി. എല്ലാ പൗരന്മാർക്കും തുല്യമൂല്യമുള്ള, എല്ലാ മതങ്ങൾക്കും തുല്യമൂല്യമുള്ള ഒരു ഡെമോക്രസിയാണ് ഇവർ വാഗ്ദാനം ചെയ്യുന്നത്. പക്ഷേ ഇദ്ദേഹത്തിന് എത്രത്തോളം പാലിക്കാൻ പറ്റുമെന്ന് അറിയില്ല. കാരണം ഇദ്ദേഹത്തിന് ഒരുപാട് തരത്തിലുള്ള സംഘങ്ങളുണ്ട് ഇതിനകത്ത്. ഈ HTS എന്ന് പറഞ്ഞ സിംഗിൾ ഫോഴ്സ് അല്ല, ഒരുപാട് പേരുടെ ഒരു അഗ്ലോമറേഷനാണ്. ആ അഗ്ലോമറേഷനിൽ ഡിഫറെൻറ്റ് ഇൻഡസ്ട്രികളുണ്ട്. അതിൻ്റെ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിളാണ് ഇതിനകത്ത് ഇവരോട് കയറി വന്ന SNA, സിറിയൻ നാഷണൽ ആർമി എന്ന് പറഞ്ഞ സാധനമുണ്ട്. അത് ടർക്കി നർച്ചർ ചെയ്യുന്നൊരു സാധനമാണ്. അതിനകത്ത് തന്നെ 4-5 ഫാക്ഷൻസ് ഉണ്ട്. അപ്പോൾ ടർക്കിയാണ് ഇവർക്ക് ട്രെയിനിങ് കൊടുക്കുന്നത്. അങ്ങനെ ട്രെയിനിങ് കൊടുത്ത് ടർക്കി ഇവരെ അകത്തോട്ട് കയറ്റി വിട്ടതാണ്. ഈ HTSൻ്റെ കൂടെ കയറ്റി വിട്ടതാണ്. ഈ ടർക്കി ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഒരു 25% ഏരിയ സിറിയയുടെ കുർദുകളുടെ കയ്യിലാണ്. കുർദ് ട്രൈബാണെന്നും അവർ US ബാക്ക്ഡ് ആണെന്നുള്ള കാര്യങ്ങളൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. US ബാക്ക്ഡ് ആയിട്ടുള്ള ആ ഫോഴ്സ് അവർ പിന്നെ ഈ സിറിയയുടെ നോർത്ത് ഈസ്റ്റേൺ പാർട്ടിൽ ഏകദേശം ഒരു 25% ലാൻഡ് പിടിച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ ഓൾറെഡി ഈ SNA എന്ന് പറയുന്ന ആർമി, ഇവർ തുർക്കിയുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുന്നവരാണ്. തുർക്കിക്ക് കുർദുകളെ തീരെ സഹിക്കാൻ പറ്റില്ല. കാരണം കുർദുകൾ തുർക്കിയിലും റിബലാണ്. ഞാൻ അന്ന് സൂചിപ്പിച്ചിരുന്നു, തുർക്കിയിലും സിറിയയിലും ഇറാനിലും ഇറാഖിലും യമൻ വരെയും പരന്നു കിടക്കുന്ന ഒരു മലയോര പ്രദേശമാണ്. എൻ്റെ റീജിയൻ ഒരു മൗണ്ടൈനസ് കവറേജ് ഉണ്ട്. നമ്മുടെ ഈ സഖിപർവ്വതമൊക്കെ കിടക്കുന്നത് പോലെ, അല്ലെ വിന്ധ്യ സത്പുരയൊക്കെ കിടക്കുന്നത് പോലെ ഒരു വലിയ പർവ്വത നിരയാണ്. അപ്പോൾ അതിൻ്റെ സൈഡിൽ വസിക്കുന്ന ഒരു ട്രൈബാണ്. ഈ രാജ്യങ്ങളിലെല്ലാം ഇവർ സ്വാതന്ത്ര്യം വേണമെന്നും ഇതെല്ലാം കൂടി ചേർത്ത് ഒരു സ്വതന്ത്ര കുർദിസ്ഥാൻ വേണമെന്നും പറയുന്ന ആളുകളാണ്. ഇവരേറ്റവും കൂടുതൽ തലവേദന ഉണ്ടാക്കുന്നത് തുർക്കിയിലാണ്. അപ്പോൾ തുർക്കിയിലെ എർദോഗനെ സംബന്ധിച്ച് കുർദുകൾ എന്ന് പറയുന്നത് മഹാതലവേദനയാണ്. അപ്പോൾ ഈ കുർദുകളെ, ഈ സിറിയയിലുള്ള കുർദുകൾ, ഇവർക്ക് ഇത്രയും രീതിയുണ്ട്, സ്വാഭാവികമായിട്ട് അവർ തുർക്കിയിലേക്ക് പ്രഷറൈസ് ചെയ്യും. ഈ കുർദുകളെ അവസാനിപ്പിക്കേണ്ടത് എർദോഗൻ്റെ ആവശ്യമാണ്.
അപ്പോൾ എർദോഗൻ SNA ഉപയോഗിച്ച് ഓൾറെഡി കുർദുകൾക്ക് നേരെ ഫൈറ്റ് തുടങ്ങിക്കഴിഞ്ഞു. അപ്പോൾ ഇവർ ഈ ഗവൺമെൻറ് സർവത്ര സമാധാനം എന്നൊക്കെ പറയുമ്പോഴും ഇവരുടെ കൂടെ കയറി വന്നവർ എത്രത്തോളം ഇത് പാലിക്കുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ ഒരു കുർദുകളെ ആക്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ ISISന്റെ തടവുകാരെ US പാർപ്പിച്ചിട്ടുണ്ട്. ഏകദേശം 10,000-ഓളം തടവുകാരെ ISISന്റെ ഇതുണ്ട്. കൂടാതെ ഈ ISISന്റെ പോക്കറ്റ് ഓൾറെഡി സിറിയയിലുണ്ട്. അത്തരം പോക്കറ്റുകളെ ഈ കഴിഞ്ഞ ദിവസം US വ്യാപകമായിട്ട് വ്യോമാക്രമണം നടത്തിയിരുന്നു. അപ്പം ഇവിടെ ഇസ്രായേൽ മറുഭാഗത്ത് ആക്രമണം നടത്തുമ്പോൾ അതിൻ്റെ കഥ ഞാൻ പറഞ്ഞുതരാം. ഇസ്രായേൽ മറുഭാഗത്ത് ആക്രമണം നടത്തുമ്പോൾ US ഇവിടെ ഈ ഈസ്റ്റേൺ സൈഡിൽ ഉള്ളിലേക്ക് കിടന്ന് പല സ്ഥലങ്ങളിലും ബോംബ് ചെയ്തിട്ടുണ്ട്. അത് ISISന്റെ സ്ട്രോങ് ഹോൾഡ്സിലാണ്. അതുകൂടാതെ ഈ കുർദുകൾ ഭരിക്കുന്ന ആ റീജിയണിൽ ജയിലുകളിലായിട്ട് ഏകദേശം 10,000-ഓളം ISകാർ തടവിലുണ്ട്. അത് US തടവിലാണ്. അപ്പോൾ ഇവർ എന്തെങ്കിലും ചെയ്ത് SNA എന്തെങ്കിലും ചെയ്ത് അങ്ങോട്ട് കയറുകയാണെന്നുണ്ടെങ്കിൽ, സിറിയൻ നാഷണൽ ആർമി എന്തെങ്കിലും അങ്ങോട്ട് കയറി കഴിഞ്ഞാൽ ഈ ISകൾ തുറന്നു വിടപ്പെടുമോ എന്നുള്ള ഭയം, ആ ഒരു ഭീതിയാണ് പ്രധാനമായിട്ട് US ഭരിക്കുന്നത്. അപ്പോൾ US ഇൻ്റർവീൻ ചെയ്യും. US ഇൻ്റർവീൻ ചെയ്ത് കഴിഞ്ഞാൽ സിറിയയുടെ കാര്യം പിന്നെ അൺസ്റ്റേബിൾ ആവും. അപ്പം ഈ ഇവർ ഉദ്ദേശിക്കുന്നത്, ജുലാനി ഉദ്ദേശിക്കുന്നത് പോലെ ഒരു സ്നേഹസമൃദ്ധമായ ഒരു, അദ്ദേഹം പറയുന്നത് അങ്ങനത്തെ ഒരു ഗവൺമെൻറ്റാണ്. അങ്ങനത്തെ ഒരു ഗവൺമെൻറ്റിനെ കൊണ്ട് സിറിയയിൽ വാഴാൻ കഴിയുമോ എന്നുള്ള കാര്യം നല്ല സംശയമുണ്ട്. ഇനി ഇസ്രായേലിനെ സംബന്ധിച്ച്, ഇസ്രായേലിൻ്റെ സൈഡിൽ അത് സിറിയയുടെ വെസ്റ്റേൺ സൈഡാണ്, ഇസ്രായേലിൻ്റെ ഈസ്റ്റേൺ സൈഡുമാണ്. ഇസ്രായേൽ ആർമി ഫുൾ അലർട്ടിലാണ്. അവരെന്ത് കോൺസിക്വൻസ് ഫേസ് ചെയ്യാൻ റെഡിയായിട്ട് ബോർഡറിലുണ്ട്. അതുകൂടാതെ അവർ ബോർഡറിൽ നിന്ന് അഡ്വാൻസ് ചെയ്ത് കുറേ കൂടി മുന്നോട്ട് വന്നു. അവിടെ ഒരു നോമാൻ റീജിയൻ ഉണ്ടായിരുന്നു. ആ റീജിയൻ മൊത്തം പിടിച്ചെടുത്തു. ആ റീജിയൻ പിടിച്ചെടുത്ത് മാത്രമല്ല കുറച്ചും കൂടി അവർ സിറിയയിലേക്ക് അഡ്വാൻസ് ചെയ്തിട്ടുണ്ട്. അങ്ങനെ അഡ്വാൻസ് ചെയ്തിട്ട് മൗണ്ട് ഹെർമോൺ എന്ന് പറയുന്ന സിറിയയുടെ ലെബനോട് ചേർന്ന് കിടക്കുന്ന കുറേ കൂടി വടക്കോട്ടുള്ള ഭാഗം, അതായത് ഈ വെസ്റ്റേൺ അതിർത്തിയിൽ കുറേ കൂടി വടക്കോട്ട് കിടക്കുന്ന ഭാഗത്തേക്ക് കയറിയിട്ടുണ്ട്. അത് വാസ്തവത്തിൽ ഒറിജിനൽ സിറിയൻ ഇസ്രായേൽ ബോർഡറിന് ഒരു 100 കിലോമീറ്റർ ആണ് ലെങ്ത് ഉണ്ടായിരുന്നതെങ്കിൽ ഇപ്പോൾ ഇവർ അകത്തോട്ട് കയറി 2-3 പ്രാവശ്യമായിട്ട് അകത്തോട്ട് കയറി ഇപ്പോൾ ഏകദേശം ഒരു 300 കിലോമീറ്ററോളമാണ് ഈ സിറിയ ഇസ്രായേൽ ബോർഡറിൻ്റെ ലെങ്ത് വരുന്നത്. കാരണം അത്രത്തോളം ഏരിയ ഇവർ ഓൾറെഡി പിടിച്ച് കയ്യിൽ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇവർ പറയുന്നത് സിറിയയുടെ ഉള്ളിലേക്ക് കയറി എന്ന ആരോപണമുണ്ട്, അവരെ നിഷേധിക്കുന്നുണ്ട്. ഇവർ പറഞ്ഞ് ഞങ്ങൾ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നിട്ടില്ല, ഈ ബഫർ സോണിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. തീർച്ചയായിട്ടും അവർ കുറച്ച് അകത്തേക്ക് കടന്നുള്ള ഉറപ്പാണ്. അപ്പോൾ ഈ ഗോലാൻ കുന്നുകൾ മൊത്തം എടുത്തുകൊണ്ട് മാത്രമല്ല, മൗണ്ട് ഹെർമോണും ഗോലാൻ കുന്നുകളുടെ മറുവശവും അവർ കൈക്കലാക്കി വെച്ചിരുന്നു. അപ്പം ഇസ്രായേൽ അതിന് പറയുന്ന എക്സ്പ്ലനേഷൻ, ഒരു ആക്രമണത്തെ ചെറുക്കാൻ വേണ്ടി അവർ സ്ട്രാറ്റജിക് പോയിന്റ്സ്, മൗണ്ട് ഹെർമോണൊക്കെ വളരെ സ്ട്രാറ്റജിക് പോയിന്റ്സ് ആണ്. അപ്പോൾ അങ്ങനെയുള്ള സ്ട്രാറ്റജിക് പോയിന്റ്സ് അവർ കൈയടക്കി വെച്ചിരിക്കുകയാണ്. അവരുടെ രാജ്യത്തിൻ്റെ ഇൻട്രസ്റ്റുകൾ പാലിക്കാൻ വേണ്ടി, അവരുടെ രാജ്യത്തിൻ്റെ ഇൻട്രസ്റ്റുകൾ കീപ്പ് ചെയ്യാൻ വേണ്ടി അവിടുന്ന് ഒരു ആക്രമണം വരുന്നതിന് അവർ മുൻകൂട്ടി കാണുന്നുവെന്നേ ഉള്ളൂ. വേറെ പ്രശ്നമൊന്നുമില്ല. നമുക്ക് ഉറപ്പായിട്ടും അറിയാം ഈ സിറിയയിൽ ഇപ്പോൾ നിൽക്കുന്ന ഈ അരാജകത്വം, ഇപ്പോൾ ഇവിടെ കയറി വരുന്നവരെ സംബന്ധിച്ച് ഡമാസ്കസ് പിടിച്ചടക്കുക, പിന്നെ ഒരു ഗവൺമെൻറ് എസ്റ്റാബ്ലിഷ് ചെയ്യുക, അതൊക്കെയാണ് അവരുടെ തിരക്ക്. ആ തിരക്കിനിടെ കൂടെ ഇസ്രായേൽ അന്തസ്സായിട്ട് മുതലെടുത്താണ്. അപ്പോൾ അതിനകത്ത് വേറൊരു കാര്യം കൂടി ഇവർ ചെയ്തിട്ടുണ്ട്. ഈ സിറിയ എന്ന് പറയുന്ന രാജ്യത്തിനുള്ള സർവ്വ മിലിറ്ററി അസറ്റുകൾ നശിപ്പിച്ചാണ്. അപ്പോൾ അവരുടെ മിലിറ്ററി അസറ്റുകളിൽ അവർക്കുണ്ടായിരുന്ന വിമാനങ്ങൾ, യുദ്ധവിമാനങ്ങൾ, അവരുടെ നേവി, ഞാൻ കഴിഞ്ഞ ദിവസം ലഡാക്കിയ പോർട്ടിനെ കുറിച്ചൊക്കെ പറഞ്ഞിരുന്നു. ആ പോർട്ടിൽ അവർ സൂക്ഷിച്ചിരുന്ന നേവൽ ഷിപ്പുകൾ, ഏകദേശം 300ഓളം എയർ റെയ്ഡുകൾ. അപ്പം അവർ സിറിയയിൽ നല്ല സമീപകാലത്ത് ഇസ്രായേൽ നടത്തിയിട്ടുള്ള ആ 65 വാറിന് ശേഷം ഇസ്രായേൽ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ എയർ റെയ്ഡാണ്, അവരുടെ ഹിസ്റ്ററിയിൽ നടത്തിയിട്ടുള്ള ഏറ്റവും വലിയ എയർ റെയ്ഡാണ് അവർ സിറിയയിൽ നടത്തിയത്. അവർ സിറിയ തലങ്ങും വിലങ്ങും ഓടി അവരുടെ കയ്യിലുണ്ടായിരുന്ന സർവ്വ മിലിറ്ററി അസറ്റുകൾ, വിമാനങ്ങളായിക്കൊള്ളട്ടെ, ടാങ്കുകളായിക്കൊള്ളട്ടെ, നേവൽ ഷിപ്പുകളായിക്കൊള്ളട്ടെ, മിസൈലുകളായിക്കൊള്ളട്ടെ, റോക്കറ്റുകളായിക്കൊള്ളട്ടെ, അവർ സംഭരിച്ചു വെച്ചിരുന്ന യുദ്ധം ചെയ്യാൻ ഉപയോഗിക്കാവുന്ന മുഴുവൻ സാധനങ്ങളും നശിപ്പിച്ച് തകർത്തുകൾ. അപ്പോൾ അവർ പറയുന്ന ഇതാണ്, ഇത് റിബൽ ഫോഴ്സിൻ്റെ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ അവരത് എങ്ങനെ ഉപയോഗിക്കും ഞങ്ങൾക്ക് അറിയാൻ പാടില്ല. 3 കാരണങ്ങൾ അവർ പറയുന്നത്. ഒന്നുകിൽ ഇത് റിബൽ ഫോഴ്സിൻ്റെ കയ്യിൽ കിട്ടിയാൽ അവരിത് ഞങ്ങൾക്കെതിരെ ഉപയോഗിക്കുമെന്ന് ഞങ്ങൾക്ക് ഭയമുണ്ട്, അതുകൊണ്ട് ഞങ്ങളിത് അഡ്വാൻസ് ആയിട്ട് ചെയ്യുന്നു. ഇത് പണ്ട് സെക്കൻഡ് വേൾഡ് വാറിൽ വിൻസി ഗവൺമെൻറ് എന്ന് പറഞ്ഞാൽ ഫ്രാൻസിനെ ജർമ്മനി പിടിച്ചടക്കി. സെക്കൻഡ് വേൾഡ് വാറിൻ്റെ ആദ്യ ഭാഗത്ത് ജർമ്മനിയാണ് ജയിച്ചു വന്നതെന്ന് എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അങ്ങനെ ജയിച്ച് കയറി വന്ന് ജർമ്മൻ ഫോഴ്സ് ഫ്രാൻസ് പിടിച്ചടക്കിയിട്ട് അവിടെ ഒരു ഇൻ്ററിംഗ് ഗവൺമെൻറ്റിനെ വെച്ചു, ഒരു വിൻസി ഗവൺമെൻറ് എന്ന് പറഞ്ഞൊരു ഗവൺമെൻറ്റിനെ വെച്ചു. ആ ഗവൺമെൻറ്റിനെ വെച്ച സമയത്ത് ബ്രിട്ടൻ കയറി ഫ്രാൻസിൻ്റെ സർവ്വ മിലിറ്ററി അസറ്റ്സും തകർത്ത് കളഞ്ഞു. കാരണം ജർമ്മനിയുടെ കയ്യിൽ പെട്ടുപോകാതിരിക്കാൻ വേണ്ടി അവരുടെ കയ്യിൽ അന്നുണ്ടായിരുന്ന മിലിറ്ററി അസറ്റുകൾ, ഷിപ്പുകളായിക്കൊള്ളട്ടെ, വിമാനങ്ങളായിക്കൊള്ളട്ടെ, എല്ലാം തകർത്ത് കളഞ്ഞു. അപ്പോൾ അതിന് സമാനമായിട്ടൊരു കാര്യമാണ് ഞങ്ങൾ ചെയ്തിരിക്കുന്നതെന്നാണ് നെതന്യാഹു പറയുന്നത്. ഇവിടെ നെതന്യാഹു പറഞ്ഞിട്ടുണ്ട്, സിറിയൻ ഗവൺമെൻറ്റിനോട് ഞങ്ങൾക്ക് വഴക്കില്ല, നിങ്ങൾ സമാധാനമായിട്ട് പോയിക്കോളൂ, ഞങ്ങൾ സമാധാനമായിട്ട് വരാം. നേരെ മറിച്ച് നിങ്ങൾ ഇറാനോടോ ഹിസ്ബുള്ളയോടോ എന്തെങ്കിലും ബന്ധം ഉണ്ടാക്കിയാൽ ആ നിമിഷം ഞങ്ങൾ കയറി അടിക്കും എന്നുള്ള കാര്യം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറഞ്ഞിട്ടുണ്ട്. കൂടാതെ ഇവരുടെ കയ്യിലുള്ള കെമിക്കൽ വെപ്പൺ സ്റ്റോക്ക് ഉണ്ട്. ഇവർ കെമിക്കൽ വെപ്പൺ വേറെ ആർക്കിട്ട് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി വെച്ചതല്ല കേട്ടോ. ഇവരിത് വെച്ചിരിക്കുന്ന അവരുടെ നാട്ടിലെ മനുഷ്യരെ കൊല്ലാൻ വേണ്ടി തന്നെയായിരുന്നു. ഏകദേശം 5 ലക്ഷം മനുഷ്യരെ ഈ അസാദ് വധിച്ചിട്ടുണ്ട്. അപ്പോൾ അതിൽ ഇദ്ദേഹം പ്രകടനങ്ങൾ നടത്തിയാൽ പ്രകടനങ്ങളിടയിൽ കെമിക്കൽ വെപ്പണാണ് പ്രയോഗിക്കുക. അതിൽ പ്രധാനമായിട്ട് ആദ്യം പ്രയോഗിക്കുന്ന ക്ലോറിനാണ്.
അപ്പോൾ ക്ലോറിൻ ഇട്ട് കഴിഞ്ഞാൽ കണ്ണിൽ നീറ്റലുണ്ടാവും, ഒരു എക്സ്ട്രീം സ്റ്റേജിൽ കണ്ണ് പൊട്ടിപ്പോവും, ബാക്കി ലങ്സിന് നീറ്റലുണ്ടാവും, അകത്തേക്ക് ഇൻഹേൽ ചെയ്യുന്ന സമയത്ത് നാവിനും ശരീരം മൊത്തം നീറും. അപ്പം നീറിയിട്ട് മനുഷ്യർ ഓടിപ്പോകാൻ വേണ്ടി ഇയാൾ ക്ലോറിനാണ് പ്രധാനമായിട്ട് പ്രയോഗിക്കുക. അതാണ് ഒരു വിഷവാതകം എന്ന് പറഞ്ഞ് ഉപയോഗിച്ചിട്ടുള്ളത് ക്ലോറിനാണ്. നമ്മൾ വെള്ളത്തിൽ ഉപയോഗിക്കുമ്പോൾ വളരെ ചെറിയൊരു ഡോസേജ് ഉപയോഗിക്കുന്നത് നമ്മൾ മനസ്സിലാക്കണം. ക്ലോറിൻ ഹയർ ഡോസിൽ ലീത്തലാണ്, ആളെ കൊല്ലുന്ന സാധനമാണ്. അപ്പോൾ അത് നമുക്കറിയാം, എല്ലാ മരുന്നുകളും അങ്ങനെയാണ്. ലൈറ്റർ ഡോസിൽ നല്ലതാണ്, പക്ഷേ ഹെവിയർ ഡോസിൽ ആൾ ചത്തുപോകും. ഇപ്പോൾ നമ്മൾ ഹാർട്ട് അറ്റാക്കിന് വേണ്ടി ഉപയോഗിക്കുന്ന അഡ്രിനാലിൻ എന്ന് പറയുന്ന മെഡിസിൻ, അഡ്രിനാലിൻ എന്ന് പറയുന്ന സാധനം നമ്മുടെ ശരീരത്തിലുള്ള ഹോർമോണാണ്. പക്ഷേ അഡ്രിനാലിന് ഒരു ഹെവി ഇഞ്ചക്ഷൻ ശരീരത്തിലെടുത്ത് ആൾ ഹാർട്ട് അറ്റാക്ക് വന്ന് ചത്തുപോകും എന്ന് പറയുന്ന പോലത്തെ സാധനമാണ്. ക്ലോറിൻ്റെ കാര്യം അങ്ങനെയാണ്. വേറൊന്ന് സരിൻ എന്ന് പറയുന്ന അതിഭീകരമായിട്ടുള്ള ഒരു വിഷവാതകമാണ്. അതൊരു ഫോസ്ഫോഫ്ലൂറോ ഡെറിവേറ്റീവ് ഓഫ് മീത്തൈൻ ആണ്. ഫോസ്ഫോഫ്ലൂറോ ഡെറിവേറ്റീവ് ഓഫ് മീത്തൈൻ. ആ സാധനം ഭയങ്കര പോയ്സണസ് ആയിട്ടുള്ള സാധനമാണ്. അത് ശ്വസിച്ചു കഴിഞ്ഞാൽ നെർവൽ ബ്രേക്ക് ഡൗൺ വരും, നമ്മുടെ നെർവസ് സിസ്റ്റം ബ്രേക്ക് ഡൗൺ ആയി പോകും. ഇങ്ങനെ കുഴഞ്ഞു വരച്ച് ആൾ മരിച്ചു. അതാണ് വേറൊരു സാധനം, സരിൻ എന്ന് പറയുന്ന ഒരു വാതകം. വേറെ ഉള്ളത് മസ്റ്റാർഡ് ഗ്യാസ്. മസ്റ്റാർഡ് ഗ്യാസ് നമുക്ക് എല്ലാവർക്കും ഫേമസ് ആണ്. ജർമ്മനിയിൽ ഇവർ ആളുകളെ കൊല്ലാൻ വേണ്ടി ഹിറ്റ്ലർ ഉപയോഗിച്ചിരുന്ന സാധനമാണ്. അത് ഹേബർ കണ്ടുപിടിച്ചാണ്. അതിൻ്റെ കഥകളൊക്കെ ഉണ്ട്, പിന്നെ അതിൻ്റെ അവസരം ഉണ്ടെങ്കിൽ പറയാം. അപ്പം ആ മസ്റ്റാർഡ് ഗ്യാസ് എന്ന് പറഞ്ഞ സാധനം ഇറ്റ് ഇസ് ആക്ച്വലി നമ്മൾ കെമിക്കലി പറയുമ്പോൾ ഇറ്റ്സ് എ കൈൻഡ് ഓഫ് ക്ലോറോ ഈതൈൽ സൾഫേറ്റ് ആണ്. ഇറ്റ്സ് കൈൻഡ് ഓഫ് ക്ലോറോ ഈതൈൽ സൾഫേറ്റ്. അപ്പോൾ അത് അതെന്താണെന്ന് വെച്ചാൽ ശരീരത്തിൽ പതിച്ചു കഴിഞ്ഞാൽ ഇറ്റ്സ് ഓയിലി സബ്സ്റ്റൻസ് ആണ്. ശരീരം ഉരുകിപ്പോവുകയാണ് ചെയ്യുക. ഉരുകി കഴിയുമ്പോൾ നമ്മുടെ സ്കിൻ അങ്ങോട്ട് ഉരുകിപ്പോവും. ഉരുകി കഴിയുമ്പം വെയിനുകൾ പൊട്ടിപ്പോവും, ചോര ഇങ്ങനെ വാർന്ന് ഒലിച്ച് ആളുകൾ മരിച്ചു പോകും. അപ്പം അത് എവിടെ വീണാലും അവിടെ ഉരുകിപ്പോവും. ആസിഡ് വീഴുന്നത് പോലത്തെ ഒരു ഇഫക്റ്റാണ്. അതിന് മസ്റ്റാർഡ് ഗ്യാസിന് പേര് വരാൻ കാരണം കാടുകണ്ണയുടെ നിറമുണ്ട്, കാടുകണ്ണയുടെ മണമുണ്ട്. അതുകൊണ്ടാണ് അതിനെ മസ്റ്റാർഡ് ഗ്യാസ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇവരുടെ കെമിക്കൽ വെപ്പൺസ്. ഈ കെമിക്കൽ വെപ്പൺസ് ഫാക്ടറികളെല്ലാം തന്നെ ഇസ്രായേൽ നേരത്തെ അറിയാം. അവരുടെ മൊസാദ് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ആ സ്ഥലങ്ങളെല്ലാം കംപ്ലീറ്റ് തകർത്ത് പൊടിയാക്കണം. കാരണം ഇത് നാളെ എടുത്തിട്ട് നമ്മുടെ തലക്കിട്ടാൽ നിങ്ങൾ വരരുത്, അതുകൊണ്ട് അതങ്ങനെ ചെയ്തു. അപ്പം ഞാൻ പറഞ്ഞു, ഇത് അസാദ് സ്വന്തം ആളുകളുടെ ഇടയിൽ പ്രയോഗിക്കാൻ വേണ്ടി വെച്ചിരുന്നതാണ്. വേറൊരു കാര്യം ഇവർ പറയുന്നത്, ഇത് ഞങ്ങളുടെ നേരെ നിങ്ങൾ ഈ പറയുന്ന റിബൽ ഫോഴ്സ് ഉപയോഗിക്കുന്ന ഒരു പേടിയാണ്. അത് കൂടാതെ തന്നെ ഇത് ഇറാൻ കടത്തിക്കൊണ്ടു പോകുന്ന ഭയമുണ്ട്. അപ്പോൾ ഇവരുടെ മിലിറ്ററി അസറ്റ്സ് നശിപ്പിക്കാനായി പറഞ്ഞ ഒരു കാരണം ഇറാൻ ഇത് നശിപ്പിച്ചുകൊണ്ട് കടത്തിക്കൊണ്ടു പോകുമെന്നുള്ള പേടിയാണ്. വേറൊന്ന്, ഇത് ഹിസ്ബുള്ളയുടെ കയ്യിൽ പെടുമെന്നുള്ള പേടിയാണ്. ഇപ്പം നിങ്ങൾ ഈ ഗവൺമെൻറ്റിനെ സംബന്ധിച്ച് തീരെ ശേഷിയില്ല. ഇവരിനി ഇതൊന്ന് പവർഫുള്ളായി വന്ന് ഇവിടെ ലോ ആൻഡ് ഓർഡർ എസ്റ്റാബ്ലിഷ് ചെയ്ത് മിലിറ്ററി എസ്റ്റാബ്ലിഷ് ചെയ്ത് വരണമെങ്കിൽ മാസങ്ങളെടുക്കും, ഒരുപക്ഷെ വർഷങ്ങളെടുക്കും. അപ്പോൾ ആ കാലഘട്ടത്തിനുള്ളിൽ ഇറാൻ ഇവിടുത്തെ സർവ്വ മുക്കുമൂലം അറിയുന്നതാണ്. അവർ പറഞ്ഞ മാത്രമേ ഈ സാധനം കടത്തിക്കൊണ്ട് പോകും, ഇല്ലെങ്കിൽ ഹെസ്ബുള്ള ഇത് കടത്തിക്കൊണ്ട് പോകും. അപ്പോൾ ഹിസ്ബുള്ളയുടെ ഒരു ഫോഴ്സായി വീണ്ടും ഇസ്രായേലിനെ അടിക്കാനുള്ള അവസരമായി. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കാര്യം സംഭവിക്കാതിരിക്കാൻ വേണ്ടിയാണ് ഇത് ചെയ്തിട്ടുള്ളതാണെന്ന് പറയുന്നത്. അതിനിടയിൽ കൂടെ നെതന്യാഹുവിൻ്റെ കേസുകൾ ഈ ദിവസങ്ങൾ അദ്ദേഹം ഫേസ് ചെയ്യേണ്ടി വരുന്നുണ്ട്. ഇപ്പോൾ നമ്മുടെ പത്രങ്ങളൊക്കെ വലിയ സന്തോഷത്തോടെ നെതന്യാഹു കോടതിയിൽ നിൽക്കുകയാണ്, അദ്ദേഹം 8 മണിക്കൂർ ട്രയലിൽ പെടേണ്ടി വരുന്നുണ്ട്. വാസ്തവത്തിൽ എന്തൊരു കഷ്ടമാണ്. ഇങ്ങനത്തെ രാജ്യം ഇത്രയും സീരിയസ് ആയിട്ടുള്ളൊരു സംഗതിയിലൂടെ പോകുന്ന സമയത്ത് രാജ്യത്തിൻ്റെ പ്രസിഡന്റിന് 8 മണിക്കൂർ കോടതിയിലിരുന്ന് അദ്ദേഹത്തിൻ്റെ വിചാരണ നേരിടേണ്ടി വരുന്നത് വലിയ കഷ്ടമാണ്. ഇദ്ദേഹത്തിനുള്ള കേസുകൾ നമ്മുടെ നാട്ടിലെ ആൾക്കാർ കേട്ടാൽ ചിരിക്കും കേട്ടോ. ഇവിടുത്തെ ആളുകൾ എണ്ണാൻ പറ്റാത്ത പൂജ്യമുള്ള കോടികളുടെ കഴിവ് നടത്തുന്ന ആൾക്കാരാണ്. ഇവിടെ നമ്മൾ കേൾക്കുന്ന അഴിമതി എന്ന് പറയുന്നത് ഒരു ഹോളിവുഡ് പ്രൊഡ്യൂസറുടെ കയ്യിൽ നിന്ന് 3 ലക്ഷം രൂപയുടെ സമ്മാനങ്ങൾ വാങ്ങി എന്നുള്ളതാണ് ഒരു കേസ്. സമ്മാനങ്ങൾ എന്ന് പറഞ്ഞാൽ അദ്ദേഹം വാങ്ങിയിട്ട് സിഗരറ്റുകൾ, വില കൂടിയ സിഗരറ്റുകൾ, മദ്യം, ഷാമ്പെയിൻ, അങ്ങനത്തെ സാധനങ്ങൾ ഏകദേശം ഒരു $3 ലക്ഷം സാധനങ്ങൾ ഇദ്ദേഹത്തിന് 2007 മുതൽ 2016 വരെയുള്ള കാലഘട്ടങ്ങളിൽ ഈ ഹോളിവുഡ് പ്രൊഡ്യൂസർ ഇദ്ദേഹത്തിന് നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പം ഇതുകൊണ്ട് ഈ ഹോളിവുഡ് പ്രൊഡ്യൂസർക്ക് തിരിച്ചെന്തെങ്കിലും കിട്ടിയോ എന്നുള്ളതിന് തെളിവില്ല. അപ്പോൾ അതിലാകെ ഉള്ള ഒരു തെളിവുള്ളത് അമേരിക്കയിൽ ഇദ്ദേഹത്തിൻ്റെ വിസ എക്സ്റ്റെൻഡ് ചെയ്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഈ വിസ എക്സ്റ്റെൻഡ് ചെയ്യാൻ വേണ്ടി നെതന്യാഹു നേരിട്ട് ഇടപെട്ടോ എന്നതിനും തെളിവില്ല. രണ്ടാമത്തെ ഒരു സംഗതി ഉള്ളത്, ഇദ്ദേഹം ഒരു ന്യൂസ് പേപ്പർ കമ്പനിയുമായി ഒത്തുകളിച്ചു എന്നുള്ളതാണ്. ന്യൂസ് പേപ്പർ കമ്പനി ഇദ്ദേഹത്തിൻ്റെ പരസ്യങ്ങൾ കൊടുക്കുന്നു. ആ പരസ്യങ്ങൾ കൊടുക്കുമ്പോൾ ഇദ്ദേഹം ആ കമ്പനിക്ക് ഫേവർ കിട്ടത്തക്ക രീതിയിൽ ഒത്തുകളിച്ചു. ഇതൊക്കെ 2007 മുതൽ 2016 വരെയുള്ള കാര്യങ്ങളാണ്. 2016 ഈ കേസുകൾ വരുന്നത്. മൂന്നാമത്തെ കേസ് വരുന്നത് ഒരു ടെലികോം കമ്പനിയുടെ മുതലാളി ഇദ്ദേഹത്തിന് ഫേവറുകൾ ചെയ്തു കൊടുത്തു എന്നാണ്. ഫേവറുകൾ എന്താണെന്ന് ഡിഫൈൻ ചെയ്ത് കണ്ടില്ല. അദ്ദേഹം എന്തൊക്കെയോ ഫേവറുകൾ ചെയ്തു കൊടുത്തു. അത് പ്രധാനമായിട്ടുള്ള ഫേവർ ഈ നെതന്യാഹുവിന് പബ്ലിസിറ്റി കൊടുത്തു എന്നുള്ളതാണ്. അപ്പോൾ നെതന്യാഹുവിന് പബ്ലിസിറ്റി കൊടുത്തു. ഇതിനും തിരിച്ച് ഇയാൾക്ക് എന്തെങ്കിലും കിട്ടിയോ എന്നുള്ളത് തെളിവില്ല. അപ്പോൾ ഈ കേസുകളെ സംബന്ധിച്ച് നമ്മുടെ രാജ്യത്താണെങ്കിൽ ഈ കേസ് 2 ദിവസം കൊണ്ട് തീർന്നു പോകുന്ന കേസേ ഉള്ളൂ. പക്ഷേ ഇവരുടെ രാജ്യത്ത് ഇതൊക്കെ വലിയ സീരിയസ് ആയിട്ടുള്ള കാര്യമാണ്. അപ്പോൾ അതിന് ഇവരൊരു നെഗോഷിയേറ്റിംഗ് ഡീൽ എന്ന് പറയുന്ന സാധനം ഇദ്ദേഹത്തിൻ്റെ അഡ്വക്കേറ്റ്സ് ശ്രമിക്കുന്നുണ്ട്. അതായത് പ്ലീ ഡീൽ എന്ന് പറയുന്നത് പ്ലീ ഡീൽ എന്ന് പറഞ്ഞാൽ ജഡ്ജുമായിട്ട് സംസാരിച്ചിട്ട് ഈ കുറ്റങ്ങൾ ഞങ്ങൾ സമ്മതിക്കുകയാണ്. ഇപ്പോൾ ഒരു കംപ്ലീറ്റ് ഡിനൈ ചെയ്തിരിക്കുകയാണ്, കോടതി ഡിനൈ ചെയ്തു.
അപ്പോൾ ജഡ്ജിയോട് ചോദിക്കുകയാണ്, ഈ കുറ്റങ്ങൾ നമ്മൾ സമ്മതിക്കാതിരിക്കുക, ഒരു പിഴ അടച്ചൊഴിവാകാൻ സാധ്യതയുണ്ടോ എന്നുള്ള കാര്യം ഒരു പ്ലീ ഡീൽ നടക്കുന്നുണ്ട്. പ്ലീ ഡീൽ സക്സസ്ഫുൾ ആയാൽ പ്രശ്നം കഴിഞ്ഞു. ഇല്ലെങ്കിൽ ഈ വിചാരണ കുറേ കാലം നീണ്ടുപോകും. വിചാരണയിൽ സ്വാഭാവികമായിട്ടും ഇത് പ്രൂവ് ചെയ്യൽ വളരെ ഡിഫിക്കൽട്ടാണ് എന്നാണ് ലീഗൽ എക്സ്പേർട്സ് പറയുന്നത്. കുറേ കാലം വിചാരണ നീട്ടിക്കൊണ്ടു പോകാം, ഇദ്ദേഹത്തെ ബുദ്ധിമുട്ടിക്കാം എന്നല്ലാതെ ഇതിൻ്റെ ഒരു ശിക്ഷാവിധിയിലേക്ക് ഇത് എത്തിക്കാൻ സാധിക്കുകയില്ല എന്നാണ് ലീഗൽ എക്സ്പേർട്ടുകളുടേതായിട്ട് നമ്മുടെ ഇൻ്റർനാഷണൽ മീഡിയയിലുള്ള ആർട്ടിക്കിൾസിൽ നിന്ന് കാണുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൽ പിന്നെ ഈ ഇസ്രായേൽ മാത്രമല്ല US മറുഭാഗത്ത് നിന്ന് ഈ അവർക്ക് വേണ്ട താല്പര്യങ്ങൾ, അവർക്ക് ആക്രമിക്കേണ്ട സ്ഥലമൊക്കെ അവർ ക്ലീനായിട്ട് ആക്രമിച്ച് എല്ലാം ക്ലീനാക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഈ രണ്ട് രാജ്യങ്ങളും അവരെ സംബന്ധിച്ച് പേടിയുള്ള മുഴുവൻ കാര്യം തൂത്ത് തുടച്ച് വൃത്തിയായിക്കൊണ്ടിരിക്കുകയാണ്. കാരണം മറ്റവരെ സംബന്ധിച്ച് ഇതൊന്നും ശ്രദ്ധിക്കാൻ അവർക്ക് സമയമില്ല. അവരെ സംബന്ധിച്ച് അവിടെ ഒരു ഗവൺമെൻറ് ഉണ്ടാക്കുക എന്നുള്ളതാണ് അവരുടെ ആദ്യത്തെ പ്രശ്നം. ഇവിടെ ആര് കയറി എന്ത് മാന്തിയാലും അവർക്ക് തിരിച്ചറിയാൻ പറ്റില്ല. അപ്പോൾ കുർദ് ഫോഴ്സും കുറച്ചുള്ളിലേക്ക് കടന്ന് കുറച്ചും കൂടി ഏരിയ പിടിക്കാൻ പറ്റുമെന്ന് അവരും നോക്കുന്നുണ്ട്. അപ്പം അവിടെ SNA ഉണ്ട്. സോ തിങ്സ് ആർ നോട്ട് ഈസി. ഇനി ട്രംപ് വരുന്ന സമയത്ത് എന്താവും സ്ഥിതി എന്നുള്ളതിനെ കുറിച്ച് അറിയാൻ പറ്റില്ല. ട്രംപിനെ സംബന്ധിച്ച് ഒരിടത്തും ഇടപെട്ട് കാശ് കളയണ്ടെന്നുള്ള അഭിപ്രായക്കാരനാണ്. അദ്ദേഹം പണത്തിൻ്റെ ആളാണ്, ബിസിനസ്സുകാരനാണ്. അപ്പോൾ അദ്ദേഹം യുക്രൈനോടും പറഞ്ഞിട്ട് യുദ്ധമൊക്കെ നിർത്തി വീട്ടിൽ പോകും. ഇനി അല്ലെങ്കിൽ പിന്നെ യുദ്ധം ചെയ്യാൻ അദ്ദേഹത്തിന് ഉദ്ദേശം ഉണ്ടെങ്കിൽ ആയുധം വേണമെങ്കിൽ കാശ് തരണം. കാശില്ലാത്ത ഒരു പരിപാടിക്കും പുള്ളിയില്ല. അപ്പോൾ നാറ്റോയോടും പുള്ളി പറഞ്ഞിട്ടുണ്ട്, ഞങ്ങൾക്ക് നാറ്റോയിൽ തുടരണം താല്പര്യമില്ല, നാറ്റോയിൽ ഞങ്ങൾ തുടരുന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ നിന്ന് കിട്ടുന്ന മുഴുവൻ സഹായങ്ങൾക്കും യു ഹാവ് ടു ഗീവ് ക്യാഷ്, നിങ്ങൾ പണം തരണം. അപ്പോൾ അമേരിക്ക പണം മുടക്കിയിട്ട് നിങ്ങളുടെ കൂടെ നടക്കുന്നില്ല, ഫ്രീ ആയിട്ട് ഒന്നും കിട്ടത്തില്ല. അപ്പം ട്രംപിൻ്റെ പോളിസി ഏതാണ്? നത്തിങ് ഫ്രീ, ഒന്നും ഫ്രീ ഇല്ല. അപ്പം അമേരിക്കയ്ക്ക് ലാഭമില്ലാത്ത ഒരു പണിക്കും ട്രംപ് നിൽക്കില്ല. അപ്പോൾ അതാണ്. അപ്പോൾ അങ്ങനെ വരുമ്പം ഈ സിറിയൻ ഏരിയയിലുള്ള അമേരിക്കൻ ആറ്റിറ്റ്യൂഡ് എന്താവും എന്നതിനെ സംബന്ധിച്ചുള്ള വിഷയമുണ്ട്. ബാക്കി എല്ലാ സ്ഥലത്തും വിഷയമുണ്ട്. ഇസ്രായേലിനെ സംബന്ധിച്ച വിഷയമില്ല. കാരണം ഇസ്രായേൽ അമേരിക്കയുടെ 51st സ്റ്റേറ്റ് ആണ്, അതുപോലെയാണ് അത് പരിഗണിക്കപ്പെടുന്നത്. ബാക്കിയുള്ള ഒരു രാജ്യത്തിനും ഇക്കാര്യത്തിൽ എക്സംഷൻ കിട്ടുന്നില്ല. അങ്ങോട്ട് വേണോ ട്രംപിന് കാശ് വേണം. കാശിൽ പറഞ്ഞ ഒരു കാര്യത്തിനും ട്രംപ് നിൽക്കില്ല. ഇനി ആസാദ്, നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ആസാദ് ഒരു ക്രിമിനൽ ഓട്ടോക്രാറ്റ് ആയിരുന്നു. 5 ലക്ഷം മനുഷ്യർ അദ്ദേഹത്തിൻ്റെ കാലഘട്ടത്തിൽ മരിച്ചു പോയിട്ടുണ്ട്. വലിയ ക്രിമിനൽ കുറ്റമാണ് അദ്ദേഹം. ഞാൻ പറഞ്ഞ പോലെ കെമിക്കൽ വെപ്പൺസ് ഉപയോഗിച്ചിട്ടോ തലവെട്ടി കൊന്നിട്ടോ വെടിവെച്ച് കൊന്നിട്ടോ അല്ലെങ്കിൽ ടാങ്ക് കയറ്റി മനുഷ്യന്മാരുടെ ഉരുട്ടിയിട്ടിട്ടോ ബോംബിട്ടിട്ടോ ഒക്കെ കൊന്ന മനുഷ്യരാണ് 5 ലക്ഷം മനുഷ്യരെ. ഈ 2.3 കോടിയാണ് സിറിയയിലെ ആകെ ജനസംഖ്യ അന്ന് ഉണ്ടായിരുന്നത്. അതിൻ്റെ പകുതി ആളുകൾ ഡിസ്പ്ലേസ്ഡ് ആയിട്ടുണ്ട്. എന്ന് പറഞ്ഞാൽ വീടുകൾ നഷ്ടപ്പെട്ട് ആ രാജ്യത്തിൻ്റെ പല ഭാഗങ്ങളിലേക്ക് ഓടിപ്പോവുകയോ അല്ലെങ്കിൽ രാജ്യത്തിൻ്റെ പുറത്ത് ഭാഗത്തേക്ക് ഓടിപ്പോവുകയോ ചെയ്തിട്ടുണ്ട്. ഏകദേശം 35 ലക്ഷത്തോളം ആളുകൾ ഇവർ അടുത്തുള്ള രാജ്യങ്ങളിൽ, തൊട്ടടുത്ത പിന്നെ നമ്മുടെ ടർക്കിയിലുണ്ട്. ബാക്കി ഒരു 25 ലക്ഷത്തോളം ആളുകൾ ലെബനോണിലുണ്ട്, ദരിദ്ര ലെബനോണിലുണ്ട്. അതുകൂടാതെ യൂറോപ്യൻ രാജ്യങ്ങളിൽ മുഴുവൻ അഭയാർത്ഥികളെ അയച്ചതും അവർ അവിടെ കിടന്നുണ്ടാക്കുന്ന സർവ്വ കച്ചറകൾക്ക് ഉത്തരവാദികളാണ്. ഈ യൂറോപ്യൻ രാജ്യങ്ങളിൽ കയറിയിട്ടുള്ള ബഹുഭൂരിഭാഗം അഭയാർത്ഥികളും ഈ സിറിയ എന്ന് പറയുന്ന ആളുകളാണ്. ഇവരൊക്കെ കച്ചറ ടീമാണ്. അപ്പം ഈ ആളുകളെ എല്ലാവരെയും ഇയാൾ ബോംബ് ചെയ്തും ഒക്കെ ഇവരുടെയൊക്കെ കുടുംബങ്ങളിൽ ആളുകൾ നഷ്ടപ്പെട്ടിട്ടുണ്ട്. ഇപ്പം ഇദ്ദേഹം പോയി കഴിഞ്ഞപ്പം ആളുകൾ വന്നിട്ട് ഇദ്ദേഹത്തിൻ്റെ തുരങ്കങ്ങളൊക്കെ പരിശോധിക്കുകയാണ്. തങ്ങളുടെ വീട്ടിൽ നിന്ന് പിടിച്ചുകൊണ്ട് പോയ ഏതെങ്കിലും ആളുകൾ തടവുകാരന് ജീവനോടെ ബാക്കിയുണ്ടോ എന്നറിയാൻ വേണ്ടി. അസ്ഥികൂടങ്ങൾ മാത്രമേ കണ്ടെത്താൻ കഴിയുന്നുള്ളൂ. അപ്പം മനുഷ്യരോട് അതുപോലെ ക്രൂരത കാണിച്ച ഒരാളാണ്. അപ്പോൾ ഇയാൾ ഓടാൻ ശ്രമിച്ചപ്പോൾ ഒരിക്കൽ പോലും ഇറാൻ സെലക്ട് ചെയ്തില്ല. ഇയാളുടെ ഏറ്റവും ക്ലോസസ്റ്റ് ഫ്രണ്ട് ഇറാനാണ്. പക്ഷേ ഇയാൾ ഇറാൻ സെലക്ട് ചെയ്തില്ല. ഹിസ്ബുള്ള ആയിരുന്നു ഇയാളെ പ്രൊട്ടക്ട് ചെയ്ത് നിന്നത്, ഇറാൻ്റെ കൈയാണ്. പക്ഷേ ഇയാൾ ഇറാനെ സെലക്ട് ചെയ്തില്ല. വൈ? ബിക്കോസ് അയാൾക്കറിയാം ഇറാൻ വീഴും. അയാൾക്കത് കൃത്യമായിട്ട് അറിയാം. ഇറാൻ വീഴുമെന്നും ഇറാനിലെ ആ ഭരണകൂടവും അവരുടെ പോളിസിയും 100% ചേഞ്ച് ചെയ്യുമെന്നും ആ സമയത്ത് അവിടെ താമസിച്ച് കഴിഞ്ഞാൽ അവരെ ഇയാളെ പിടിച്ച് ഈ നിയമവ്യവസ്ഥയ്ക്ക് വിട്ടുകൊടുക്കുന്നുള്ളത് നല്ല ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് ഇയാൾ റഷ്യയിലേക്ക് പാഞ്ഞത്. അമേരിക്കയിലേക്കുള്ള ശ്രമം നടത്തി അവർ ഇങ്ങോട്ട് വരണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഇയാൾ റഷ്യയിൽ പോയി നിന്നു. റഷ്യ ഇയാൾക്ക് അഭയം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അഭയം കൊടുത്താൽ പോലും ഇത്രയും കുറ്റം ചെയ്ത് മനുഷ്യനെ വിട്ടുകിട്ടണമെന്ന് ഇൻ്റർനാഷണൽ സൊസൈറ്റി ആവശ്യപ്പെട്ടാൽ യുക്രൈൻ വാറിന് ശേഷം റഷ്യയ്ക്ക് പിടിച്ചു നിൽക്കാനാവില്ല. കാരണം യുക്രൈൻ വാറിന് ശേഷം റഷ്യയുടെ എല്ലാ ഡിപ്ലോമാറ്റിക് റിലേഷൻഷിപ്പിലും വലിയ വ്യത്യാസം വരും. അദ്ദേഹം വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ട് ഭയങ്കരമായിട്ട് അലയാവും ട്രംപ് വരുന്നതോടെ. അതോടുകൂടിയിട്ട് അദ്ദേഹം അറബ് നേഷൻസുമായിട്ട് നല്ല റിലേഷനുള്ള ആളാണ്. സ്വാഭാവികമായിട്ടും ഈ പറഞ്ഞ കുറ്റവാളിയെ പിടിച്ചു വെക്കാൻ അയാൾക്കാവില്ല. അപ്പോൾ ഏതെങ്കിലും ഒരു കാലത്ത് ഇയാളെ മിക്കവാറും ഒരു ട്രയൽ നേരിടേണ്ടി വരും എന്നുള്ളത് ഉറപ്പാണ്. എങ്കിൽ പോലും അയാൾ റഷ്യയാണ് സ്വീകരിച്ചത്. ഇറാൻ നാളെ വീഴുന്നതായ ഉറപ്പുണ്ട്. അതുകൊണ്ടാണ് അയാൾ ഇറാൻ സ്വീകരിക്കാതിരുന്നത്. ഇത്രയുമാണ് ഇപ്പോൾ കറണ്ട് നമുക്ക് വന്ന് കിട്ടിയിട്ടുള്ള ന്യൂസ്. ഇസ്രായേലുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള, സിറിയയുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ന്യൂസ് ഇപ്പം അവൈലബിൾ ആയിട്ടുള്ള ഇതാണ്. അപ്പോൾ ഈ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ന്യൂസ് നെതന്യാഹുവിൻ്റെ സ്ട്രോങ്ങസ്റ്റ് വാർണിംഗ് ആണ് സിറിയയ്ക്ക് കൊടുത്തിട്ടുള്ളത്. ഏതെങ്കിലും തരത്തിൽ ഇറാനോട് ബന്ധപ്പെട്ടാൽ, ഹിസ്ബുള്ളയോട് ബന്ധപ്പെട്ടാൽ സിറിയ പിന്നെ ഇല്ല എന്ന് വിചാരിച്ചാൽ മതി എന്ന് പറഞ്ഞു. ഓക്കെ, തൽക്കാലം നിർത്തുന്നു. താങ്ക് യു.